എന്ന് പറഞ്ഞു. ഇന്ന് കറക്റ്റായിട്ട് സമയത്ത് എത്തി, ബന്ധപ്പെട്ട എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ വകുപ്പുകൾ തമ്മിൽ ഒന്ന് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തി നമുക്ക് ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് എല്ലാ വർഷത്തെ പോലെ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗംഭീരമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകണം. അപ്പോൾ കളക്ടർ ഒരു വാക്ക് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആലുവ MLA ഷൺമുഖ സാറിന്, നമ്മുടെ പുള്ളി ഡിയർ ഫാദർ, കഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, എല്ലാ ജനപ്രതിനിധികൾ, ASP പെരുമ്പാവൂർ, പോലീസ്, റവന്യൂ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ, എല്ലാ ജനപ്രതിനിധികൾ, ചർച്ച് മാനേജ്മെൻറ്റുടെ ഈ ഫെസ്റ്റിവൽ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ള എല്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ബ്യൂട്ടിഫുൾ ട്രഡീഷനാണിത്. നമ്മുടെ കാഞ്ഞൂർ പള്ളി ഫെസ്റ്റിവൽ നമ്മുടെ ലാസ്റ്റ് ഇയറും ഞാൻ ഇതേപോലെ നമ്മുടെ ഈ കോർഡിനേഷൻ മീറ്റിംഗ്, നേരത്തെ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഫെസ്റ്റിവൽ നടക്കുന്ന മുന്നേ ഈ കൊടി അത് 17th ആണ്, 19 മുതൽ 27 ഫെസ്റ്റിവൽ. അതിനു മുന്നേയും ഇതുപോലെ എല്ലാ വകുപ്പുകളെയും വിളിച്ചു ചേർത്ത് ഒരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തുന്നത് അതൊരു ബ്യൂട്ടിഫുൾ ട്രഡീഷനാണ്. ദറ്റ് ഷോസ് എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ്സും ജനപ്രതിനിധികളും ചർച്ച് മാനേജ്മെൻറ്റും എങ്ങനെ ഒരു ടീമായിട്ട് ഒരു നല്ല സേഫ് വിത്ത് ഒത്തിരി ക്രൗഡ് വരുന്നത്, ഒത്തിരി വിശ്വാസികൾ, ഐ തിങ്ക് ലാക്സ് കുറേ ക്രൗഡ് വരാൻ പോകുന്നതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ. സോ ഈ ദിവസങ്ങളിൽ എങ്ങനെ സേഫായിട്ട് നല്ല രീതിയിൽ ക്രൗഡ് മാനേജ് ചെയ്ത് ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ് നോക്കി, അതേപോലെ ഗ്രീൻ ഒരു ഹരിത പ്രോട്ടോകോൾ എങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും, എങ്ങനെ ഒരു സേഫ്, സെക്യൂർ ആൻഡ് ക്ലീൻ ഗ്രീൻ ഫെസ്റ്റിവൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മാതൃക ഫെസ്റ്റിവൽ തന്നെയാണ് നമ്മുടെ കഞ്ഞൂർ ഫെസ്റ്റിവൽ. അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ അതൊരു സംശയമില്ല. അതിന് എല്ലാവിധ നമ്മുടെ പ്രിയപ്പെട്ട MLA, നോട്ട് ജസ്റ്റ് ദിസ് പ്രോഗ്രാം, ആലുവ മണ്ഡലത്തിൽ ഏത് പബ്ലിക് റിലേറ്റഡ് മാറ്ററിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന MLA ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹി ഈസ് ലീഡിങ് ദിസ്, ഒരു ലീഡർ പോലെ ഇതിന് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കോർഡിനേഷൻ ചെയ്യുന്നത്. MLA എന്നോട് കളക്ടർ തന്നെ ഇതിൽ എല്ലാ കോർഡിനേഷനും ഉണ്ടാവണമെന്ന് MLA പറയുന്നതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സോ ഐ താങ്ക് MLA ഫോർ ദാറ്റ്. അതേപോലെ നമ്മുടെ എല്ലാ കഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും ഉണ്ട്. ഓഫ്കോഴ്സ് ഫാദർ ആൻഡ് എൻറ്റയർ ടീം. ഐ ഹോപ്പ് വി വിൽ ഓൾ വർക്ക് ടുഗെദർ. ഈ ലാസ്റ്റ് മിനിറ്റ് കോർഡിനേഷനും അതിനു വേണ്ടിയാണ്. വേറെ എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അറേഞ്ച്മെൻറ്റ്സിൽ ഇനി എന്തെങ്കിലും റിവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ ഒന്നുകൂടി അത് നമ്മൾ പരിഹരിക്കാൻ ഉള്ള ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. നമുക്ക് നല്ല രീതിയിൽ ഈ മീറ്റിംഗ് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. മൈ പ്രേയേഴ്സ് ഫോർ ദ സക്സസ്ഫുൾ കണ്ടക്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫാദർ, all the other officials and dear members of the organizing committee, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ASP പെരുമ്പാവൂർ ശക്തി സിംഗ് ആര്യ. I have visited this place already and we had a meeting also. So we are hoping that we will have a smooth festival in the right spirit. So crowd management will be taken care well by the police. All arrangements are made. Only concern is regarding the firecrackers. So I request to the authorities and also to the management who is conducting the festival that all safety precautions and all the rules and guidelines are followed in letter and spirit, so that we can have a safe and secure festival for the people and there are no issues. With this request, I wish all the best to the organizing committee for the festival to celebrate this in a grand way. Thank you. നമ്മളിത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണാം. വന്നില്ലേ? അപ്പൊ ഒന്ന് നിങ്ങളെ കൊണ്ട് കാണിക്കാം. ഒന്നും കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അല്ലെ അന്ന് നോക്കാൻ പറ്റുന്ന അർജന്റായിട്ട് ചെയ്യാം. അത് ഇപ്പോഴത്തേക്കല്ല, അത് ഫ്യൂച്ചറും പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ നല്ലതാണ്. കാരണം ഒന്നാമത് തൊട്ടപ്പുറത്തൊരു മറ്റേ ഇതുള്ളാരോണ്ടേ രണ്ടരക്ക് അടിച്ചാലും വന്ന് ഒഴിൽ വീഴുന്നില്ല. അപ്പൊ വീഴുന്ന അവർക്ക് PD എല്ലാ ട്രാൻസ്ഫോമറും മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്, മെയിൻ്റെനൻസും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ടച്ചിങ്സ്, അതിന് 1 മാസം മുന്നേ നമ്മൾ എല്ലാ ലൈനുകളും ടച്ചിങ്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഫീഡിങ് അറേഞ്ച്മെന്റ്സ് അല്ല. അപ്പൊ കറണ്ട് പോകാൻ നോക്കാം, അത്രേ ഉള്ളൂ. കേരള വാട്ടർ അതോറിറ്റി
വാട്ടർ അതോറിറ്റി. വാൽവ് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ വെള്ളം ഷോർട്ടേജ് വരാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എന്താണ് നമുക്ക് കഴിഞ്ഞ തവണ പോരായ്മ ഇത്തവണത്തിലും പുതിയതായിട്ട് എന്തെങ്കിലും അപ്പൊ മനസ്സിലായ? അപ്പൊ സാധാരണ നിങ്ങൾ ഇവിടെ ഡയലോഗ് കറക്റ്റായിട്ട് ഡയലോഗ് അടിച്ചു പോവും. ഡയലോഗ് ചെയ്യാൻ അല്ല 19 തീയതി വെള്ളം ഉണ്ടാവാറുണ്ട്. അത് KSRTC ഇത് എവിടുത്തെ ഏത് KSRTC? ആലുവ, അങ്കമാലി. ആ എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? ഇവിടെ നിങ്ങൾ വരാറുണ്ട്, എല്ലാം ഓഫറിൽ പോവാത്തപ്പോ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് വണ്ടി ഓടിയായിരുന്നതാണ്. വണ്ടി ഓടുന്നുണ്ട്, പക്ഷെ ആളില്ല. വണ്ടി വരുന്നുണ്ട്, പ്രൈവറ്റുകാരാണ് കൂടുതൽ. ഒരേ വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ തിരുനാളാ. അപ്പൊ നിങ്ങൾ എല്ലാ ലാഭം നോക്കാതാണ് ഞങ്ങൾ പാസഞ്ചേഴ്സ്. അല്ല, വണ്ടി ഇടാൻ നമുക്ക് തിരക്കുണ്ടെങ്കിൽ വണ്ടി ഇടാം, വ്യക്തികളുണ്ടെങ്കിൽ വണ്ടി ഇടാൻ ഒരു കുഴപ്പമില്ല. ഇല്ല ബസ്സിന് മൈനർ ഇറിഗേഷൻ കൊടുക്കും. ഇത് കേട്ടോട്ടാ. പള്ളിക്കടവില് കൂട്ടിയിട്ടിരുന്ന മണ്ണ് മാറ്റാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മീറ്റിംഗില്. സൗണ്ട് അടുത്ത് നോക്ക്. പള്ളിക്കടവില് കൂട്ടിയിരുന്ന മണ്ണ് മാറ്റാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പമ്പിങ് എല്ലാ സ്കീമുകളിലും നടക്കുന്നുണ്ട്. വലിയ മോട്ടറിന്റെ ഉള്ളിൽ ഇന്നലെ പല കയറി മോട്ടർ കംപ്ലൈന്റ് ആയിട്ട് ആള് വരാന്നാ പറഞ്ഞത്. അപ്പൊ വെള്ളം മുടങ്ങരുത്. ആ വെള്ളം വന്നു കഴിഞ്ഞാൽ പൈപ്പ് കിണറിലും വെള്ളം ഉണ്ടാവും, അറിയാലോ. വേറെ ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. 14 മണിക്കൂറായിട്ട് പമ്പിങ് നടത്താൻ വേണ്ടിട്ട് ഒരു മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാപ്പിളിമുക്ക് പള്ളിയുടെ ഇടവകയിൽ തന്നെയുള്ള ലാപ്പിളിമുക്ക് ഭാഗത്തൊന്നും വെള്ളം കിട്ടുന്നില്ലെന്ന്. അവിടെ കിണറിലൊന്നും വെള്ളമില്ല, പള്ളിയുടെ ഭാഗത്തൊന്നും നിലവിൽ വെള്ളമില്ല. അപ്പൊ ഓപ്പറേറ്റർമാരില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. ഓപ്പറേറ്റർമാരുടെ ഷോർട്ടേജ് ഉണ്ടേ. അതെന്താ? അപ്പൊ അതിന്റെ ഇന്റർവ്യൂ ഇപ്പൊ നാളെ നടക്കുന്നുള്ളൂ. മറ്റേ ഇതിനകത്ത് എംപ്ലോയ്മെന്റ് വഴി അല്ലേ? അതിന്റെ ഒരു ഷോർട്ടേജ് ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ കേട്ടോ. ഞാനും പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം മൊത്തത്തില് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നേർച്ച സത്യം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഔട്ട്സൈഡിലുള്ള സ്റ്റോൾസിന് വേണ്ടിയിട്ട് 19th 20th സ്ക്വാഡ്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് മീറ്റ് ഷോപ്പുകൾ ഒത്തിരി അനധികൃതമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഫിനോയിൽ കലർന്ന ഇറച്ചി ബീഫിനകത്ത് ആളുകൾ മേടിച്ചിട്ടുണ്ടതിനകത്ത് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പൊ അവിടെ 18, 19 എല്ലാം മീറ്റ് ഷോപ്പിലൊന്ന് 18-ാം തീയതി. ഓക്കെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ നോക്കാം. ഇല്ല സാർ, നോക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. സിവിൽ സപ്ലൈസ് 17 തുടങ്ങി 20 വരെ നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ സ്ക്വാഡ് ഉണ്ടായിരിക്കും. കൂടാതെ ജോയിൻറ്റ് സ്ക്വാഡ് 19, 20 ദിവസങ്ങളിൽ ഫുഡ് സേഫ്റ്റിയും ലീഗൽ മെട്രോളജിയും കൂടിയിട്ട് ഒരു ജോയിൻറ്റ് സ്ക്വാഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇവരുടെ ഭാഗത്ത് വേറെ പിന്നെ ഈ വിലവര പട്ടികയൊക്കെ നോക്കണം. അതെല്ലാം നോക്കാം സർ. അല്ല, ഹോട്ടലുകളൊക്കെ ഉണ്ട്, അതെ, വിലവര പട്ടികയൊക്കെ എല്ലാത്തിനും വിലവര പട്ടിക നോക്കണം. നല്ല നോക്കിക്കോളാം. ഏത് സ്റ്റാളായാലും എന്തായാലും വിലവര പട്ടിക കറക്റ്റായിട്ട് പ്രദർശിപ്പിക്കാൻ പറഞ്ഞു. ശരി. ആരോഗ്യവകുപ്പ് ഒരു ട്രേഡ് കൃത്യമായി നടന്നു വരുന്നുണ്ട്. നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഫർദർ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവരുടെ കാര്യങ്ങളൊക്കെ നാളെ തന്നെ അടുത്ത റിപ്പീറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ട്. പിന്നെ വാട്ടർ സാമ്പിൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയിലെ സാമ്പിൾ സാറ്റിസ്ഫാക്ടറി ആണ്, പക്ഷേ ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പിന്നെ പരിസര കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് കൃത്യമായിട്ട്. പിന്നെ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും ഇൻറ്റിമേഷൻ DMOൻ്റെ ലെവലിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മിനിറ്റ്സ് പ്രകാരം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ. പിന്നെ 2 ദിവസത്തേക്ക് നമ്മൾ ആംബുലൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് സജ്ജമായിരിക്കും. വേറെ ഒന്നും ആരോഗ്യവകുപ്പിന്റെ കയ്യിൽ നമുക്കൊന്നും വേണ്ടല്ലോ. ആംബുലൻസ് ഓക്കെ, പക്ഷേ സ്ട്രെച്ചേഴ്സ് ട്രെയിൻഡ് പീപ്പിൾ ഉണ്ടാവോ എന്തെങ്കിലും ഒരു എമർജൻസി? നമ്മുടെ കൺസേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മൈനർ മിനി PHC ആണ്, അതായത് സിംഗിൾ സ്റ്റേഷൻ ആണ്. മെഡിക്കൽ ഓഫീസർ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നമുക്കതിന് ചെറിയൊരു
പര്യാപ്തമാണ്. പക്ഷെ നമ്മൾ അങ്കമാലി, ആലുവ എല്ലാം നമ്മൾ ഓൾറെഡി അലേർട്ടാണ്. അതല്ല, പള്ളിയുടെ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് നടന്നാൽ സ്ട്രെച്ചറിൽ കൊണ്ടുപോകാനുള്ള ഒരു ട്രെയിൻഡ് ആളുകൾ വേണം. കുറച്ചൊരു ട്രെയിനിങ് വോളണ്ടിയേഴ്സ് ഉണ്ടോ? നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ടോ ആരെങ്കിലും? ആ വോളണ്ടിയേഴ്സ് ഒന്ന് ട്രെയിൻ ചെയ്ത് വെക്കാമോ? ഓക്കെ ഓക്കെ അത് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉള്ള വോളണ്ടിയേഴ്സിനോട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. അച്ഛനെന്താ പറഞ്ഞത്? പള്ളിയിലെ കിണറുകളൊക്കെ ഒരു മാസം മുമ്പും ഒരാഴ്ച മുമ്പും ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. താങ്ക് യു. നമ്മൾ 2 ദിവസമാണ് സ്റ്റാൻഡ് ബൈ വെച്ചിട്ടുള്ളത്. 19-ാം തീയതി 20-ാം തീയതി ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന ദിവസം. അപ്പോൾ ഒരു ഫയർ ടെൻഡറും ക്രൂവും 2 ദിവസം സ്റ്റാൻഡ് ബൈ ഉണ്ടാവും. പിന്നീട് നമ്മുടെ അങ്കമാലി സ്റ്റേഷൻകാർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. നമ്മുടെ താൽക്കാലിക പന്തലിൽ മറ്റൊക്കെ പരിശോധിച്ച് ആവശ്യമായ സുരക്ഷാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം വെടിക്കെട്ടുകൾ ഉണ്ടെങ്കിലാണ്. വെടിക്കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. പൂർണ്ണമായിട്ടും സുരക്ഷ ഉറപ്പാക്കണം. പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്താനായിട്ട് പാടുള്ളൂ. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുമതിയും വാങ്ങണം. ഓക്കെ ഓക്കെ. പെരുന്നാളിൻ്റെ 2 ദിവസം നമ്മുടെ സർവൈലൻസ് ഉണ്ടാവും. ഫുൾ ടൈം പട്രോളിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിയും അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പെർമിറ്റുകൾ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് RTO. സ്പെഷ്യൽ പെർമിറ്റ് കൊടുത്തന്നെ വാഹനങ്ങൾ. സ്പെഷ്യൽ പെർമിറ്റ് സ്പെഷ്യൽ പെർമിറ്റ് കൊടുക്കാറുണ്ട് സാധാരണ? കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞ RTO. അല്ലേ? അപ്പോൾ അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്. രാത്രി അപ്പൊ അതിന് പെർമിറ്റ് കൊടുക്കണം. രാത്രി വൈകി വണ്ടി ഓടാനുള്ള ഒരു പെർമിഷൻ കൊടുക്കണം. 2 days ആണ് വേണ്ടത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങളൊരു മെൻഷൻ ഇത്. പിന്നെ ശുചിത്വ മിഷൻ, ഹരിത കേരളം ശുചിത്വ മിഷൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കാഞ്ഞൂർ പഞ്ചായത്ത് കടകളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഇറങ്ങിയിട്ട് ബിന്നുകൾ വെക്കാനായിട്ട് പറഞ്ഞു. ടെമ്പററി കടകളിൽ തലേ ദിവസം നമ്മൾ ഇറങ്ങും. അതോടൊപ്പം തന്നെ നമ്മൾ എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിലവിൽ കാഞ്ഞൂർ പള്ളി തന്നെയാണ് ഏജൻസീനെ വെച്ചുകൊണ്ടിരിക്കാറ്. അത് ക്ലീൻ ചെയ്യൽ കുഴപ്പമില്ലാതെയാണ് പോവാറ്. ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ്. ഇനി എന്തെങ്കിലും തഹസിൽദാരല്ലോ എന്ത് സ്റ്റാഫിനെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ സ്റ്റാഫ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് മിക്കവാറും പോസ്റ്റിംഗ് ഉണ്ടാകാറുണ്ട്. തഹസിൽദാർ ഉണ്ടാവും. അത് ടീമിലും ഉണ്ടാവും. പോലീസ് ഓൾറെഡി നമ്മൾ എത്ര ഇതാണ് നമ്മൾ ബാക്കിയെല്ലാം ഓക്കെ അല്ല. എക്സൈസ് വന്നിട്ടുണ്ടോ? സമയത്ത് നടത്താറുണ്ട്. നമുക്ക് കാഞ്ഞൂർ ജംഗ്ഷൻ, പുതിയടം ജംഗ്ഷൻ, കോഴിക്കാടപ്പടി, കാഞ്ഞൂർ വെസ്റ്റ് ജംഗ്ഷനുകളിൽ പ്രത്യേകമായിട്ട് പലപ്പോഴും പാർക്കിങ്ങിൽ വരുന്നത് നമ്മൾ സെക്യൂരിറ്റിനെ വെക്കും. പക്ഷെ അവര് പറഞ്ഞാലും ഈ ലോക്കൽ ആളുകൾ അത്ര കേൾക്കില്ല. അപ്പം അതിലേക്ക് 2 പോലീസ് ഓഫീസേഴ്സും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സെക്യൂരിറ്റിക്കാർ കൂടെ ഉണ്ടാവും. അപ്പൊ അതിന് കുറെ കൂടെ അതൊരു ഗൗരവം കിട്ടും. അല്ലെങ്കിൽ പലപ്പോഴും പാർക്കിംഗ് ഒക്കെ കാരണം വഴി ബ്ലോക്ക് ഒത്തിരി എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അതുപോലെ പല പ്രത്യേകമായ സമയങ്ങളാണ് നമുക്ക് 2 അങ്ങാടി പ്രദർശനങ്ങളാണ്. 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം 6 മണിക്കാണ് തിരിച്ചിറങ്ങുന്നത്. 20-ാം തീയതി 12 മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം 3 മണിക്കാണ് തിരിച്ചിറങ്ങുന്നത്. ഇത് ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തും വലിയ തിരക്കൂടെ അനുഭവപ്പെടുന്നുണ്ട്. ആ സമയത്താണ് പല കളവുകളും പല പ്രശ്നങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുള്ളത്. അപ്പൊ ആ സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സജ്ജീകരണം, പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ. ഈ കാലടി സി എ അല്ലേ? കാലടി സി എ സാറ് നെഞ്ചിൽ വേദന ഹോസ്പിറ്റലിൽ. അതെ, ഓക്കെ.
ഓക്കെ. പിന്നെ സംബന്ധിച്ച് പള്ളിയോടനുബന്ധിച്ച് എടുക്കുന്ന എല്ലാ വാർഡുകളിലെയും റോഡുകളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോൾ ഒരു നിലവിലൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത് പള്ളി ആറങ്കാവ് റോഡാണ്. അവിടെ സൈഡ് പൈപ്പിടാൻ പൊട്ടിച്ചത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലത് നമ്മൾ JCB വെച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ട്, കുഴികൾ അടച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നാളെയും കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് തീർക്കാമെന്ന് കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. 19 ഒരു ക്രൈസിസ് വരാതെ പ്രസിഡന്റ് ജനപ്രതിനിധികളോ അങ്ങോട്ട് വിളിക്കുന്ന രീതി ഇല്ലാത്ത രീതിയിൽ വാട്ടർ അതോറിറ്റി ഒന്ന് ഉറപ്പുവരുത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വാട്ടർ അതോറിറ്റി ഒരു പ്ലാൻ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് ഉറപ്പുവരുത്തണം. വേറെ ഇതിന് പറയണ്ട. നമ്മുടെ ഈ തിരുനാളിന് 19, 20 നമുക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മളിവിടെ നടത്താറുണ്ട്. വളരെ നല്ല രീതിക്ക് പോകാറുണ്ട്. ഈ പറഞ്ഞ വെടിക്കെട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അതിന് പ്രത്യേക പെർമിഷൻ വേണ്ടി വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. മറ്റ് പരിപാടികൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ എക്സൈസും ഏറ്റവും കൂടുതലും ആവശ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇന്ന് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ പല ലഹരി പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരുന്നത്, അവർ പ്രത്യേക ഒരു ശ്രദ്ധ അതിന് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ലക്ഷങ്ങളും അല്ലെങ്കിൽ അത്രയും ആയിരങ്ങൾ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടുകൊണ്ട് അവർ പ്രത്യേകം എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ വന്നില്ല. അപ്പോൾ അവർ അതാണ് ഞാൻ പറഞ്ഞത്, വന്നില്ല. അതുപോലെ തന്നെ പോലീസിൻ്റെ ഇവിടെ പറഞ്ഞ് KSRTC ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ അതിന് നേരത്തെ ഒരു ദിവസം ഇവരുടെ നോട്ടീസ് എനിക്ക് തോന്നുന്നു അന്ന് പേപ്പറിൽ മറ്റേ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുണ്ടോ? അതിനകത്ത് ബസ്സിൻ്റെ സൗകര്യം KSRTC ഇങ്ങനെ ഉണ്ടായിരിക്കും, ഇന്ന സമയങ്ങളിൽ നിന്നും കൂടെ കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരു KSRTC കൊടുത്താൽ അത് സൗകര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തു. സാറേ ഒരു ചോദ്യം. മാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ 20 തീയതികളിൽ നടക്കുന്ന നമ്മൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളും ഒന്നിച്ചു നിന്നാൽ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നൽകുന്നു. ആശങ്ക ഉണർത്തിയത് വെടിക്കെട്ടിനെ കുറിച്ചാണ്. അപ്പം അത് സ്വാഭാവികമാണ്. പക്ഷേ പള്ളി അതിനു വേണ്ട ചെയ്യാവുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അഡീഷണലായിട്ടും കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും അറിയാം, വളരെ വിശാലമായൊരു ഗ്രൗണ്ട് നമുക്കുണ്ട്. അതിൻ്റെ നടുവിലാണ് എന്തെങ്കിലുമൊക്കെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിലൊക്കെ വരിക. വളരെ ശക്തമായ ഒരു വെടിപ്പുര ഇവിടെയുണ്ട്. സാധാരണഗതിയിലൊന്നും കാണാത്ത വളരെ ഉറപ്പുള്ള ഒരു വെടിപ്പുരയാണ്. ഞങ്ങളിവിടെ പൊതുവായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വർഷം എന്നല്ല, കേരളത്തിൽ വേറെ എങ്ങും ചെയ്യാത്തൊരു ക്രമീകരണം ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഏകദേശം ഒരു 100 അടിയോളം നീളത്തിൽ 8 അടി ഉയരത്തിൽ വെൽഡഡ് മെഷ് ഇട്ട ഒരു ഗ്രില്ല് ചുറ്റുപുറത്ത് ഞങ്ങളൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടി ഞങ്ങൾ അത് മറ്റൊരു സ്ഥലത്തും കാണാത്തൊരു സംവിധാനമാണത്. ഒരു തകർച്ചയോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ അത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അവസാനം കളക്ടറാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ ചെയ്തപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സാറേ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സാറേ ഒരു ചോദ്യം എങ്കിലും മാധ്യമ പ്രവർത്തനമാണോ, കാലത്തി പ്രസ് സെക്രട്ടറിയാണ്. അപ്പോൾ അച്ഛൻ ഏകദേശം ഒരു ധാരണ തന്നു എങ്കിൽ പോലും അതിന് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതി ഉണ്ടോ? പടക്കം നിർമ്മാണം അങ്ങനെ പടക്കം പൊട്ടിക്കുന്നതിനെ സംബന്ധിച്ച്. പിന്നെ അത് മാത്രമല്ല, എത്രമാത്രം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? രണ്ടാമത് മൂന്നാമത്തെ കേസ്, ഇപ്പോൾ നിലവിൽ കാഞ്ഞൂർ പള്ളിയുടെ പല ഗ്രൂപ്പുകളിലും ഈ ഫയർ വർക്ക്സ് പല സ്ഥലത്തും നടക്കുന്നതും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊട്ടിച്ചതിൻ്റെ ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസിൽ പ്രചരിക്കുന്നുണ്ട്. അത് എന്താണോ, അത് ഔദ്യോഗികമായി ചെയ്യുന്നതാണോ, അതുപോലെയാണോ നമ്മുടെ ഈ വരാവുന്ന ഫയർ വർക്ക്സ് എന്നുള്ളതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നുള്ള ഉറപ്പ് കിട്ടിയാൽ നന്നായിരുന്നു. ബാക്കിയൊക്കെ നടപടിയൊക്കെ നടന്നോളൂ, അത് കുഴപ്പമൊന്നുമില്ല. ആരാണ്? ജീവന്റെ പ്രതിനിധികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. കാഞ്ഞൂർ പഞ്ചായത്തിലെ വഴിയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ജലജീവനാണ്. എവിടെയാണ് അവർ പൊട്ടിക്കണേന്നോ എവിടെയാണ് തുറക്കണേന്നോ പഞ്ചായത്തിന് പോലും അവർ ഇത് കൊടുക്കുന്നില്ല, അറിയിപ്പ് കൊടുക്കുന്നില്ല. തോന്നുന്നിടത്ത് പൊട്ടിക്കുക, തോന്നുന്നിടത്ത് തുറക്കുക, ഇതാണ് നിരന്തരമുള്ള അവരുടെ പരിപാടി. അപ്പോൾ ജലജീവന്റെ പ്രതിനിധികളെ വിളിച്ചില്ലായിരുന്നോ? അവിടെ പ്രദർശനം വരും, ടൂ വീലറൊക്കെ സൈഡാക്കി വെക്കുന്നു. ഭയങ്കര പലപ്പോഴും അവിടെ അപകടമുള്ള ഒരു സൈഡ് കാനിടിഞ്ഞേക്കാം. പലപ്പോഴും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷക്കാലത്തോട്ട് കിടക്കുന്നതാ.
ഇനി അവിടെ ആളുകൾ അപകടമാണ്. ഈ റോഡ് ജാമായി കഴിയുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും വാഹന ഗതാഗതവും എല്ലാ ആളുകളുടെ തിരക്കും വരുമ്പോൾ ഒരു ഭാഗം ഇടിഞ്ഞു കിടക്കാതെ എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് അവിടെ. സിഗ്നൽ ബോർഡ് ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് സ്ഥാപിക്കണം. ഓക്കെ, അതുകൂടി ഏച്ചി അതുകൂടി പോയി നോക്കണം. നോക്കിയിട്ട് രണ്ടും നോക്കിയിട്ട് പരിഹാരം. കാരണം ഇതിപ്പോ തിരുനാളിനോ അല്ലെങ്കിൽ അമ്പലത്തിനോ മാത്രമല്ല, ഇത് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതിന് പരിഹാരം കണ്ടെത്തിയിരിക്കണം. കാരണം ആരെങ്കിലും അപകടം വന്ന് ലാസ്റ്റ് നമ്മൾ കരഞ്ഞ് പിടിച്ചിട്ട് കാര്യമില്ല. അപകടം ഇല്ലാതിരിക്കാൻ നോക്കാം അല്ലേ ഡോക്ടറെ? അപ്പൊ അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ചെയ്യണം. ഇന്ന് തന്നെ പോയി നോക്കി അതിന് തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഈ പരുത്തി മരങ്ങൾ പകുതി വശം കംപ്ലൈന്റ് ആയി എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് PWD റോഡിലേക്ക്. വളരെ അപകടമാണ് ഇത്. മറ്റേ ചാനലുകളും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ പലതവണ വാർത്ത വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പെരുന്നാളിന്റെ സമയമാണ്, ധാരാളം ആൾക്കാർ വരുന്ന സമയമാണ്. എന്തെങ്കിലും അപകടം ഉണ്ടാവാനുള്ള അപകടാവസ്ഥ കട്ട് ചെയ്യാലോ. കൃഷ്ണമാരെ, ഇത് PWD റോഡിലാണോ അല്ലെങ്കിൽ അപ്രോച്ച് റോഡിലാണോ? പാലത്തിന്റെ അപ്രോച്ച് റോഡാണോ? പാലത്തിന്റെ നോക്കാം. അപ്പൊ ഇപ്പൊ ചേച്ചിക്ക് ഒരു കാര്യം നോക്കാം, ഇത് നോക്കാം. ഈ 3 സ്ഥലം ചേട്ടനോട് കൊണ്ടേ കാണിച്ചു കൊടുക്കണം കേട്ടാ. ഒരു കാര്യം കൂടി, ജോയിന്റ് ആർടിഒ ഈ കാനൂർ പ്രദേശത്തിന്റെ 7:25 കഴിഞ്ഞാൽ ആലുവ ഭാഗത്തേക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഈ ബസ്സുകൾക്കൊക്കെ ഈ ജോയിന്റ് ആർടിഒ പെർമിഷൻ കൊടുത്തേക്കുന്നത് അതനുസരിച്ച് അവർ ഓടുന്നില്ല. പ്രത്യേകിച്ച് ഈ ടൗൺ പ്രദേശത്ത് കപ്പലയുടെ നൊവേന കഴിഞ്ഞാൽ വരുന്ന പബ്ലിക്കിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. എല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ജോയിന്റ് ആർടിഒ ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരോട് ഈ പെരുന്നാൾ തീരുന്ന വരേക്കെങ്കിലും ഒന്നുകിൽ ആലുവ വരെയോ അല്ലെങ്കിൽ പുതിയ ചുമരപ്പാലം വരെയോ ഈ പബ്ലിക് വളരെയധികം സഫർ ചെയ്യാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചൊക്കെ പോകണമെങ്കിൽ 100-300 രൂപയൊക്കെ കൊടുക്കണം ഈ നൊവേനയ്ക്ക് വരുന്ന ആളുകൾക്ക്. അത് പല പ്രാവശ്യം ശ്രദ്ധയപ്പെടുത്തിയെങ്കിലും ജോയിന്റ് ആർടിഒ പ്രത്യേക നടപടിയെടുത്ത് പെരുന്നാൾ കാലങ്ങളിലെങ്കിലും വാഹനം ഓടിക്കാനുള്ള ഒരു സംവിധാനം നിലവിലുള്ളതാണ്. റൂട്ട് അനുസരിച്ച് അവർ ഓടിക്കൊള്ളാം, അത് ഓടുന്നില്ല. പിന്നെ വളരെ മോശമായപ്പോ ഈ കാനൂരും പ്രാന്തപ്രദേശങ്ങളിലും മയക്കുമരുന്ന് മാഫിയൊക്കെ വളരെ സജീവമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ സംഗതിയാണ്. ബഹുമാനപ്പെട്ട കളക്ടർ പ്രത്യേകിച്ച് ഈ തലമുറ ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, കാനൂര് പ്രദേശത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വളരെ വിജനമായ പ്രദേശങ്ങളിലുണ്ട് വ്യാപകമായ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തിരുനാൾ അവസരങ്ങളിലും സജീവമായി ഇടപെട്ട് അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മദ്യവിൽപ്പന ഇവിടെ വ്യാപകമായിട്ട് കാഞ്ഞൂർ പ്രദേശത്തിന്റെ പല ഉൾഭാഗങ്ങളിലും കാഞ്ഞൂരൊക്കെ വ്യാപകമായ രീതിയിൽ നടക്കണം. ഇന്നത്തെ മീറ്റിങ്ങിൽ പോലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടാന്ന് പറഞ്ഞ് ശരിക്കും ഒരു അനാദരവാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അത് കളക്ടർ ചോദിച്ചോളും. അതിന് ഇവിടെ നിന്നൊരു ലെറ്റർ കൊടുക്കാം. എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ, കാരണം അവർ വരേണ്ടതാണ് മീറ്റിങ്ങിന്.